മച്ചാന്മാരെ, നിങ്ങളുടെ സ്വന്തം അസർബേത്ത് മച്ചാന്മാരെ, എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെ ഇന്നത്തെ ബ്ലോഗ് വെറൈറ്റി, നല്ല അടിപൊളി, നല്ല കിടുക്കാച്ചി എന്നൊക്കെ പറയാം. ഇതിൽ കുറെ പ്രോബ്ലംസുകളും കുറെ നല്ല ചിരിക്കാനുള്ളതും കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ഒരു വ്യത്യാസമായിട്ടുള്ള മഴ, 3 ദിവസം മുമ്പുള്ള ഒരു മഴകളും ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടെ കുറച്ചുള്ള ഒരു സഞ്ചാരങ്ങളും, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടുക്കാച്ചി ബ്ലോഗാണ്. ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഹായ് മച്ചാന്മാരെ, പുതിയ മുഖം നോക്കണ്ടങ്ങളെ. ഇതൊരു പുതിയ മുഖമാണ്. ഇതിന്റെ കഥ പിന്നെ പറയാം ഞങ്ങൾക്ക്. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് അസർബത്തിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മളെ നാട്ടില് കറണ്ടില്ല, ഇന്നലെ മുതൽ കറണ്ടില്ല. അപ്പോൾ വെള്ളം ഇന്ന് രാവിലെ വരെ ഒപ്പിച്ച്, അപ്പത്തിന് മോട്ടറൊന്നും ഇടാൻ പറ്റാണ്ട്, കറണ്ട് ഇല്ലാണ്ട് ഫുൾ ബ്ലോക്ക് ആയിട്ടുള്ള വെള്ളം ഒന്നും കിട്ടാണ്ട് ഫുള്ള് പ്രോബ്ലമിലുള്ളത് മച്ചാന്മാരെ. അപ്പൊ നമ്മള് സ്ഥലത്തെടുക്കും. ഓളെ ഫ്രണ്ട്, ഓളെ മൂത്താപ്പാന്റെ മോള്, മൂത്താപ്പാന്റെ എന്റെ ഏട്ടന്റെ വീട്ടിലോട്ട് പോകാം. ആക്ച്വലി പറഞ്ഞത് നീ മാലിക്ക് സലൂൻകാർക്ക് പോകും. അപ്പോ പൊരിഞ്ഞ മഴയാണ് പുറത്ത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകും. ബാക്കി വിവരങ്ങൾ നിങ്ങളെ മുമ്പിലോട്ട് നമ്മൾ തന്നുകൊണ്ടിരിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ. ഓക്കെ മച്ചാന്മാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മഴ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, പുറത്തിറങ്ങാണ്ട്. ഓക്കെ, നോക്കി കണ്ട് നടക്കുക. ഓക്കെ, കുടിക്കാൻ വെള്ളമില്ല, ചായ കുടിക്കാൻ ഒന്നുമില്ല, കുളിക്കാൻ വെള്ളമില്ല, പല്ല് പോലും തേച്ചിട്ടില്ല. എങ്ങനെയുണ്ട് എൻ്റെ മുഖം? എങ്ങനെയുണ്ട്? ഇന്നലെ താടി ഒന്ന് ഒപ്പിക്കാൻ പോയാ ചെക്കന് ഒപ്പിച്ച് ഒന്ന് ഉള്ളിക്കൊന്നും ഇറങ്ങി, പിന്നെ ഒന്ന് മേലോട്ട് കയറി. ചെക്കൻ ഫസ്റ്റ് ടൈം പണ്ടെടുക്കുന്നത് തോന്നുന്നു. പിന്നെ ചെക്കനെ പറഞ്ഞ് ബേജാറാക്കിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ഫുൾ ഡ്രിമ്മാക്ക്, എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ്. അപ്പോൾ ഡ്രിമ്മാക്കി. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി കിട്ടായിരുന്നു. അപ്പോൾ മച്ചാന്മാരെ കാണാം ഇന്നത്തെ ബ്ലോഗ് ഫുള്ളായിട്ട്. ഓക്കെ, നല്ല മഴയാണ്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മേലെന്ന് പിടിക്കുന്ന ഒരു വ്യൂ ആണ് ഇത്. കണ്ടൊക്കെ മഴ, പൊരിഞ്ഞ മഴയാണ്. നാട് മൊത്തം മഴയാണ്. എല്ലാവരും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. നോക്കിക്കൊണ്ട് നടക്കാത്തോനെ വെള്ളത്തിലെ ആകുമല്ലോ. എല്ലാവരും കുട വിട്ട് നടക്കണം അത്ര. ഓക്കെ, പൊരിഞ്ഞ മഴയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് കൂട്ടാൻ നിൽക്കണം. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ വീട്ടിലോട്ട് പോകണം. ചാകത്തൂരോട്ട് പോകുന്നു. മച്ചാന്മാരെ, ഞങ്ങളിതാ പോവുകയാണ്. എന്താ എല്ലാവരും ഡല്ലൈന് എന്താ മേത്തൊന്ന് നോക്കുന്നത്? നമ്മള് എവിടെ പോകുന്നത്? എന്താ പറയാ, നമ്മള് പരക്ക് പോകുന്നത്. അവിടെ കറണ്ട്, വെള്ളം, അങ്ങനത്തെ ഒരു ഫാൾട്ടും ഇല്ല. നമ്മള് ഇനി മുമ്പോട്ട് താമസിക്കാൻ പോകുന്ന നമ്മളെ വീട്ടിൽ. ഓക്കെ, അവിടെ അങ്ങനത്തെ ഫാൾട്ടൊന്നുമില്ല. ടൗണിലാണ് ഇവിടെ മെയിൻ ഫാൾട്ട്. ഒരു മഴ വന്ന കറണ്ട് പോകും. ആ പോയ കറണ്ട് മഴ നിൽക്കണം, എന്നെങ്കിലേ വരുള്ളൂ. അങ്ങനത്തെ ഒരു കഥ ഇവിടുത്തെ. മഴ ഇപ്പൊ പോയി. ഇപ്പൊ കറണ്ട് വന്നിട്ടില്ല. അപ്പൊ വേറെ എന്തൊക്കെയാണ് മോനിസ? എന്ത് പറടാ? എന്തിന്? ഇവര് ഇപ്പം വണ്ടിയില് വണ്ടിയില് കുട്ടികളെ പ്രോഗ്രാം ടിവിയില് കാണാൻ പറ്റും അല്ലേ? അത് നോക്കുന്നേ. അപ്പൊ അതിന്റെ ബിസിയിലാ അണ്ണപ്പനോ അണ്ണമ്മേ. എന്താ നോക്കടാ, ബാക്കറടാ മഴ പോയിട്ട് കുറെ നേരമായി. കറണ്ട് ഇനിയും വന്നിട്ടില്ല. നമുക്ക് വെള്ളമില്ലാണ്ട് നമ്മളിതാ പോവുകയാണ് തേകത്തൂര്. നമ്മള് മുമ്പോട്ട് താമസിക്കാൻ പോകുന്ന വീട്ടിലോട്ട്. അവിടെ വെള്ളത്തിന്റെ ഫാൾട്ടോ കറണ്ടിന്റെ ഫാൾട്ടോ ഒരു ഫാൾട്ടോ ഇല്ല. നല്ല സുന്ദരമായ, നല്ല ഭംഗിയുള്ള, നല്ല മൊഞ്ചുള്ള നാടാണ് എന്റെ നാട് തേകത്തൂർ. കേട്ടിരുന്നു ആരെങ്കിലും തേകത്തൂർ എവിടെയാണ്? നാരി ബൊമ്പൈ നാരി. എന്റെ 2 നാരികള് ടിവിയില് കുട്ടികളെ പ്രോഗ്രാം ഇടും.
അത് നോക്കിയോണ്ടിരിക്കല വണ്ടിയില്. വീട്ടുകളിപ്പോ ഫുൾ ബിസിയാ, ഒറ്റ നനങ്ങാണ്ട എല്ലാ ടിവിന്റെ മുമ്പിലാ. അപ്പൊ അങ്ങനെ വേറെ എന്തൊക്കെ വിശേഷം മച്ചാന്മാരെ, സുഖമല്ലേ? അപ്പൊ ഇന്നത്തെ ലൈവായിട്ടുള്ള കാര്യങ്ങളും ലൈവ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട, ബണ്ടി ഒഴിക്കണേ. അതാ കമ്പല വീടെടുക്കേണ്ട റോട്ടിൽ അതാ അതുകൊണ്ടാക്കാനല്ല അതാണ് കമ്പ വീട് നടക്കുന്നുണ്ട് അതിനട്ടാ. അപ്പൊ നമ്മൾ ഈ ലൈനിൽ കറണ്ട് ഉണ്ടാവില്ലടി. ഇത് പുതിയ കമ്പാണല്ലോ. എന്താ ഇനി മുമ്പോട്ടല്ല ഭൂമിന്റെ അടിയിൽ കൂടെ കറണ്ടിന്റെ വ്യവസ്ഥ ആക്കണപ്പാ. പുറത്തെല്ലാം അങ്ങനെയാണ്, ഭൂമിന്റെ അടിയിൽ കൂടെ കറണ്ടിന്റെ വ്യവസ്ഥകള്. നമ്മളെ നാടെല്ലാം എങ്ങനെ വികസിക്കുക, എപ്പോഴാണ് വികസിക്കുക? അയ്യോ അതെല്ലാം ഒന്ന് കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. എത്ര നല്ല സുന്ദരമായ നാടാണ് നമ്മളെ നാട്. നല്ല മരങ്ങളും നല്ല പച്ചപ്പും. ആഹാ ബഹുത്ത് സുന്ദർ. നല്ല വായു, നല്ല കാറ്റ്. ആഹാ ഓഹോ ആഹാ ഓഹോ ആഹാ ഓഹോ. ഇതാ വീണ്ടും മരം വീണ് കൊടുക്കുന്നു മച്ചന്മാർ. ഇതാ റോഡിലുള്ള കൊമ്പളെല്ലാം വീണ് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല 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 അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ ഞാന് കുളിച്ചൊരുങ്ങി സുന്ദരനായി. ഇനി ഒരു റൗണ്ട് പണിസ്ഥലം, പിന്നെ അങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കൊട്ടാരം ഓക്കെ, കൊട്ടാരത്തിൽ പണിയായിട്ടില്ല മകളെ. ഫുൾ പണിയായതിൻ്റെ ശേഷം കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളിലുണ്ട്. അവർ കുളിച്ച് ഫ്രഷായി അവർ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ഞാൻ എൻ്റെ പണിസ്ഥലമെല്ലാം ഒന്ന് കറങ്ങി വന്നിട്ട് അവരെ കാണിച്ചിരുന്നത്. അതുവരെ എൻ്റെതായിരിക്കും ബ്ലോഗ്, അതുവരെ എൻ്റെതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നമ്മളെ നാട്ടിൽ സിദ്ധാപുരത്തെ ഒരു ഹലാക്കിൻ്റെ ഒരു റോഡാണ്. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പറയണ്ട. കുണ്ടും കുയ്യും വെള്ളപ്പൊക്കവും റോഡ് മൊത്തം ഫുള്ള് 2-3 തെങ്ങൊക്കെ ഒരു കുണ്ടിൽ കൊടുന്ന് നടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. മോനെ അതാണെങ്കിലും മഴ വേറെ ഭയങ്കരം. ഞാനിപ്പോൾ എൻ്റെ പണിസ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടാ. പോകുന്ന വഴിക്കുള്ള കുറച്ച് വ്യൂ കാണാനുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം. എങ്ങനെ ഒരിഞ്ഞ കൊണ്ടുപോയി ഈ റോഡ് കുറച്ച് നേരമാക്കിന് അങ്ങോട്ട്. പിന്നെ ബാക്കിയുള്ള റോഡിൻ്റെ അവസ്ഥ ഇതേ കോലം തന്നെ. റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചറിട്ട് കൂട്ടും. ഈ വേസ്റ്റെല്ലാം റോഡ് സൈഡ് കൊടുന്നിടും. ഈ പഞ്ചായത്തിൻ്റെ ആൾക്കാരൊന്നും ചോദ്യം ചെയ്യില്ല. നാടും റോഡും എല്ലാം ഒരു കച്ചറൊക്കെ ഉണ്ടാക്കി തീർക്കും ആൾക്കാർ. എന്ത് മനുഷ്യന്മാരല്ലേ. അവരവരെ സ്ഥലത്തിൻ്റെ ഒരു കുണ്ടെടുത്തിട്ട് ആ കച്ചറ ഇട്ടിട്ട് അതിന് മേലെ കുറച്ച് മണ്ണിട്ടാൽ ആ കച്ചറ തീർന്നു രാവിലെ. വേസ്റ്റ് ഇന്നലെ രാത്രിത്തെ വേസ്റ്റ് ഒരു കുണ്ടെടുക്കുക, ആ കുണ്ടിലിടുക, എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടുക. ഇത്രേ വേണ്ടു. റോഡിൽ പബ്ലിക് നടക്കുന്ന സ്ഥലത്തൊക്കെ കൊടുന്നിട്ട് നാട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്തു മഴറൊക്കെ, എന്തു മഴ അറിയോ. ഇന്ന് രാവിലെ തുടങ്ങിയ മഴ. ഞാൻ അങ്ങോട്ട് തേങ്ങത്തൂർക്ക് പോകുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. സോതി മഴ. ഇതാ വീണ്ടും കൊണ്ടുട്ടാ. അവിടെ കൊണ്ട് കഴിഞ്ഞ് അതൊന്ന് രക്ഷപ്പെട്ട് ഞാൻ ഇപ്പോൾ വീണ്ടും കൊണ്ട്. ഓ മൈ ഗാഡ്. ഇവിടുന്ന് ഒരു 1/2 മീറ്റർ നേരാക്കിക്കുക. ഓക്കെ ഓക്കെ 1/2 മീറ്റർ നേരാക്കി വീണ്ടും കൊണ്ട്. എന്തിനാണ് ഇവർ റോഡിൻ്റെ പണി അങ്ങനെ കംപ്ലീറ്റ് ആക്കി അങ്ങോട്ട് ഒരു സ്ഥലം വരെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തൂടെ അല്ലേ? ഇതൊരു പണി കൊടുത്താൽ ഒരു കൊല്ലം എത്ര 5 കിലോമീറ്റർ 6 കിലോമീറ്റർ എടുക്കും. പിന്നെ
അടുത്ത കൊല്ലം ബാക്കി എടുക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം എടുത്തതെല്ലാം ഫുള്ള് കൊണ്ടുകൊണ്ടായിട്ടുണ്ടാവും. ഇമ്മാതിരി ഊള പണിയാണ് കയറ്റങ്ങളൊക്കെ. ചോദിക്കാനും പറയാൻ ആൾക്കാരില്ല. ഓക്കെ, അതൊക്കെയാണ് വിഷയങ്ങൾ ഇവിടുത്തെ. നമ്മളെ നാട് നല്ല സുന്ദരമായ നാടാണ്. കൊടക് കാശ്മീറാണ്. കാശ്മീർ കൊടക് എന്ന് പറഞ്ഞാൽ കർണാടകത്തിൻ്റെ കാശ്മീറാണ്. ഓക്കെ, ഇത്ര സുന്ദരമായ മനോഹരമായ നാടിന് എത്ര പാങ്ങൾ നമ്മൾ വെക്കണം? പറ പറ പറ. അല്ല പിന്നെ ഇപ്പൊ കുറച്ച് മഴ കുറച്ച് കുറഞ്ഞു കേട്ടാ. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ DC ഓർഡറൊക്കെ വരാണ്ട് മക്കളെ. മരപ്പുറം റോഡ് സൈഡിലിട്ട് കയറ്റുന്നുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മരം കയറ്റലൊക്കെ കൊടകിൽ നടക്കൂല. കൊടകിൻ്റെ പുറത്ത് നമുക്കെല്ലാം ഭയങ്കര കഷ്ട. ചില ഓരോ റൂൾസും റോട്ടിൽ കൂടെ വലിയ കല്ല് വണ്ടി പിന്നെ ഇരുമ്പ് വണ്ടിയൊക്കെ കൊണ്ടുപോകാം. എത്ര 80 ടണ്ണിൻ്റെ 60 ടണ്ണിൻ്റെ ഒക്കെ. നമ്മളെ ഈ ടിമ്പർ ആകെ ഏറിപ്പോയാലും 35 ടണ്ണേ വരുള്ളൂ. ഈ 35 ടണ്ണ് എടുത്തിട്ട് നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ കഴിയില്ല. അതേ റോട്ടിൽ കൂടെ 80 ടണ്ണ് 60 ടണ്ണെല്ലാം ഇട്ടിട്ട് ഇരുമ്പും കമ്പിയും കല്ലൊക്കെ എടുത്തിട്ട് പോയവർക്ക് വൈ എന്തുകൊണ്ട് ഇങ്ങനത്തെ റൂൾസ് എല്ലാവർക്കും ഒരുപോലെ പാലിക്കണ്ടേ? പറയൂ പറയൂ. അങ്ങനെ വീണ്ടും കൊണ്ട് തീരാത്ത കൊണ്ട്. ഇതെല്ലാം ചോദിക്കാനും പറയാൻ ആളുകളില്ല. വൈ കൊണ്ട് തീരണമെന്നുണ്ടെങ്കിലുണ്ടല്ലേ നമ്മളെ നാട് നന്നാവണം. നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണമെങ്കിലോ നമ്മളെ ചുറ്റുവട്ടത്തുള്ള കാലാവസ്ഥകൾ നന്നാവണമെങ്കിലോ ആര് നന്നാവണം? പറ. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാണ്ടല്ലേ അങ്ങനെയാണ് കടപ്പാടുള്ളത്. മൊത്തത്തിൽ നന്നായിക്കൊള്ളിക്കുവാണെങ്കിൽ എന്താ ലാ 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 La 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 la. What is that, bro? That is one. What? ഇതാണ് ഞങ്ങളെ നാട്ടിലെ ചെറ എന്ന് പറയും. ഇതിനാണ് ഞങ്ങളെ നാട്ടിലെ ചെറ എന്ന് പറയല്. നിങ്ങളെ നാട്ടിലെ കൊള, കേരളത്തിലെല്ലാം കുളം എന്ന് പറയും. കുളം. നമ്മളെ നാട്ടിലെ ചെറ എന്ന് പറയും. വീണ്ടും കൊണ്ടുപോയേ കുറച്ച് അത്യാവശ്യം തിരക്കണില്ല, എന്നാലും കൊണ്ടുപോയല്ലേ. റോഡിന്റെ അപാരതയാണ്. റോഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഇന്നൊരു സ്ഥലം വരെ ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇടൂല. ഒരു അരടി നേരാക്കും, അരടി നേരാക്കൂല. ഏത് അമ്മായപ്പനൊക്കെ വേണ്ടിയിട്ടാണോ ഈ റോഡ് നേരാക്കിയത് നായ്ക്കള്? ബ്രോ, നമ്മളെ നാട് എന്തുകൊണ്ട് ഇങ്ങനെ അതുപതിച്ചു പോയി? ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട്. വൈ കൊണ്ടുപോയ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കറക്റ്റ് ഉണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് താറിങ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കേ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എവിടെ നിന്ന് അവിടുത്തെ പേര് എൻ്റെ പേരുണ്ടായി. കുറച്ചുണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ കഥ. അതേമാതിരി കറണ്ട് പോയാലും അങ്ങനെ തന്നെ. മഴ വന്ന് അന്ന് മുതൽ കറണ്ട് ഇല്ല ഇതുവരെ നമ്മുടെ നാട്ടില്. 2 ദിവസമായി കറണ്ട് ഇല്ലാണ്. നെല്ലുദിക്കേരി ടൗണില്. വൈ പറ. ഇതെല്ലാം ചോദിക്കാൻ ആര് വേണം? നമ്മൾ വേണം. അപ്പം ഉണ്ടാക്കണം എന്തെങ്കിലും കാട്ടി. ഓക്കെ, എന്നാ മഴ മച്ചാണ്, എന്നാ മഴ. കറണ്ട് കമ്പി
പൊട്ടി, മരമെല്ലാം പൊട്ടി വീണിട്ട് റബ്ബിലെത്തായ തമ്പുരാന്. എന്ത് കഥ ഇതെല്ലാം. കറണ്ട് കമ്പിയെല്ലാം റോഡിലാണ് കിടക്കുന്നത്. റോഡെല്ലാം എങ്ങനെ ബ്ലോക്ക് ആയാലും വണ്ടിയെ പോവാന്നില്ല. മഴ പിടിച്ചിട്ടേ ഇല്ല. ഇത് മഴക്കാലേ അല്ല, എന്നാലും ഈ നേരത്തെ എന്ത് ഇങ്ങനെ മഴ. ആരെല്ലാം പറഞ്ഞുണ്ടായിരുന്നു സൈക്ലോണാണ്, അല്ല ബൈക്ലോണാണെന്നൊക്കെ. എന്ത് ലോണാണെങ്കിലും മഴ ഇത് കുറച്ച് ഓവറാട്ടാ. എല്ലാവരും ശ്രദ്ധിച്ചോളി, വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിട്ട്. ഞാനൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ് പണിസ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പണിസ്ഥലത്തേക്ക് പോലും ഞാൻ പോകില്ല ഇന്നത്തെ നേരത്തല്ല. ഓക്കെ, വാട്ട് ഹാപ്പനിങ് യാ പൊന്നു സഖി, എന്തിനാ ചിരക്കമ്മനോട് എന്തിനാ, അല്ല പൊന്ന് കൽബ് വേദന. അവിടെ ഒരു മരം വീണ്. വരലടാ മോനെ, എന്തോ ഒരു ധൃതിയാണ് എനിക്ക്. ഓഹോ, ധൃതിക്ക് ഒരു കുറവില്ല അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ മക്കളെ? ഒന്നും കാണുന്നില്ലല്ലേ? അഡ്ജസ്റ്റ് ആയിട്ട് കുറച്ചേരം നോക്കിയിട്ടാ. ഞാനേ എൻ്റെ ചുറ്റുവട്ടം നിങ്ങൾക്ക് കാണണല്ലോ, അതുകൊണ്ട് കാണിച്ചു തരാണ്. നമ്മൾ ചില സ്ഥലത്തോട്ട് പോകുമ്പോഴുള്ള അവസ്ഥകളും. ഓ മൈ ഗാഡ്, എന്തുവാടാ ഇത്. അപ്പൊ ഒരു നല്ലൊരു സ്ഥലം കിട്ടാൻ നിർത്തിയിടായിരുന്നു. വയലെല്ലാം ഫുള്ള് വെള്ളം. ഗോണികുപ്പ എത്താനായിട്ടാ. എൻ്റെ പണിസ്ഥലം ഗോണികുപ്പത്താണ്. ഗോണികുപ്പ എത്താനായി. മഴയാണെങ്കിലോ നിന്നിട്ടുമില്ല, ഒരിഞ്ഞ മഴയാണ്. റോഡിലാണെങ്കിൽ ഫുള്ള് വെള്ളമാണ്. മെല്ലെ നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. വണ്ടിയെല്ലാം ലൈറ്റും പാർക്ക് ലൈറ്റും എല്ലാ ലൈറ്റും ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കിടപ്പുകൾ ഉള്ളത് മച്ചൻ വരെ. മഴയത്ത് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഗോണിപ്പ കണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് ഗോണിപ്പ കാണിച്ചുതരാം. ഗോണിപ്പ നമ്മളെ വണ്ടർഫുൾ സിറ്റിയാണ്. നല്ല മരെല്ലാം കണ്ടിട്ട് നമ്മൾ ഗോണിപ്പ നല്ല അടിപൊളി ടൗണാണ്, നമ്മളെ ബെസ്റ്റ് ടൗൺ. ഓക്കെ, ഗോണിപ്പ നമ്മൾ ബെസ്റ്റ് ടൗണാണ്, സൂപ്പർ ടൗൺ. ഓക്കെ, ഗോണിപ്പ ടൗണിൻ്റെ എൻട്രൻസ് മുതൽ ഞാൻ പണിയെടുക്കുന്ന ഞാൻ സെൻറ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുക. സെൻറ്ററിൽ നിന്ന് വൺ സൈഡ് മൈസൂർ റോഡ്, അതായത് എന്താ പറയുക, വൺ സൈഡ് കാണിച്ചു തരാം. ഗോണിപ്പൻ്റെ വൺ സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഗോണിപ്പ ടൗണിൽ നിന്ന് ഒരു വൺ സൈഡ്, വേറെ വൺ സൈഡ് എന്നെ കൊണ്ട് കാണിക്കാൻ കഴിയില്ല, ഇപ്പോൾ കാണിക്കാൻ കഴിയില്ല തൽക്കാലം. അതിന് വൺ സൈഡ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്തുട്ടാ മഴ ഇങ്ങനെല്ലാം ആയാലും എങ്ങനെ മഴ പിടിക്കാണ്ടത്ത് മഴക്കാലം ആവാണ്ടത്തിന് ഇങ്ങനെ മഴ പെയ്താൽ വെള്ളപ്പൊക്കമായിട്ട് ആയിപ്പോവുമോ അമ്മച്ചാന്മാരെ? നമ്മൾ കുറേ കാലമൊക്കെ കഴിഞ്ഞല്ലോ, അപ്പുറത്തെ കൊല്ലൊക്കെ കുറേ കഷ്ടപ്പെട്ടതല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്താണ്ടൊക്കെ അല്ലേ.
എന്തോ മഴ റബ്ബേ, എന്തുമാതിരി മഴ, വേറെ ലെവൽ മഴ. ഓക്കെ, ഗോണിക്കുപ്പൻ്റെ വൺ സൈഡ് നിങ്ങൾക്ക് കാണാൻ പോവാണ് നിങ്ങൾ. എന്ത് മഴ, അവിടെ റോഡിൽ ഫുള്ള് കല്ല്. റോഡിൽ മഴവെള്ളം ഒലിച്ചിട്ടേ റോഡ് മൊത്തം കല്ലും ചവറും വെള്ളവും ഒന്നും പറയണ്ട. ഈ ചങ്ങായിൻ്റെ എംസൻ്റെ ഒക്കെ ഒലിച്ചു പോയിന് റോട്ടുകൾ. അതാ റോട്ടിലിട്ട കൽപ്പൊടിയല്ല, റോഡ് നേരൊക്കെ കൂടുന്ന കൽപ്പൊടി അതുകൊണ്ട് അതൊന്നും ഇല്ല അവിടെ. ഫുള്ള് ബ്ലോക്കാണല്ലോ. വൈ വാട്ട്സ് ഹാപ്പനിങ്? പോടാ കണ്ട ഇങ്ങനെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അങ്ങോട്ട് റൈറ്റ് സൈഡിക്ക് ഗോണിപ്പൻ്റെ ഫുൾ ഭാഗങ്ങളാണ്. ഇതൊരു ഭാഗമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, കുറച്ച് ഭാഗം. ഓക്കെ, നല്ല ടൗണാണ് ഗോണിപ്പ, അടിപൊളി സിറ്റിയാണ്. ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല കൾച്ചറൽ ആൾക്കാരാണ്. പോർച്ചുഗീസുകളാണ് കൂടുതൽ ജാസ്തി ഉള്ളത് ഇവിടെ. കൊട ഉണ്ടല്ലോ, കാറ്റൊരു കൊട തുറക്കാനേ ആവില്ല. റോഡിൽ ഫുള്ള് കല്ലുകളാണ്. ഇതെൻ്റെ പണിസ്ഥലം. ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റ് ഈ ടൗണിൻ്റെ എൻഡിലാണ് എൻ്റെ പണിസ്ഥലം ഉള്ളത് കേട്ടോ. നമ്മളെ ബ്രൈറ്റ് കോഫി അവിടെയാണ് എൻ്റെ മരമിടുന്ന സ്ഥലങ്ങൾ, എൻ്റെ ഡിപ്പോ, ഞാൻ മരമെല്ലാം വാങ്ങിയിടുന്ന സ്ഥലമാണ് അവിടെ. ഓക്കെ, പണിസ്ഥലം ഇതാണ്. എൻ്റെ പണിസ്ഥലം, ഞാൻ മരം വാങ്ങിയിടുന്ന എൻ്റെ വണ്ടികളെല്ലാം ലോഡായി കിടക്കുകയാണ്. ഓക്കെ, ബ്ലോഗ് ഉണ്ടാക്കണോ? അതാണോ? ഇത് നമ്മളെ മുത്തു എന്നാണ് പേര് കേട്ടാ. പേരെന്താ മുത്തുവിൻ്റെ ഒറിജിനൽ പേര്? റഷാദ്, മുഹമ്മദ് റഷാദ്. കോഴിക്കോടുകാരനാണ്, കൊടകിൽ വന്ന് താമസിക്കുകയാണ്. നമ്മളിപ്പം ജോലി ചെയ്യാണ്. ജോലി എന്താ വിശേഷം? നല്ല വിശേഷം. സുന്ദരം. പോടാ. എന്താ വിശേഷം? എന്ത് പറ. നല്ല വിശേഷം. മുഖം നോക്ക്, എത്ര നാടോ
ക്യാമറ കള്ളപ്പായ ക്യാമറ നോക്കാൻ ഭയങ്കര ഇതാണ്. പെണ്ണിട്ടില്ല. നല്ല പെൺകുട്ടികൾ ആരുണ്ടെങ്കിൽ ഒന്ന് ഇവനക്കൊരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ വേണ്ടേ? ഇപ്പൊ വേണ്ട. നല്ല മഴ. നമ്മളെ വണ്ടിക്ക് ഒരു ട്രാക്ടറിൽ 3 ടണ്ണ് കിട്ടിയാൽ ലോഡാവും. വെയിറ്റിംഗ് വണ്ടി മരം വന്നോനുണ്ട്. അപ്പം അതിനും വേണ്ടിയിട്ട് ഞാനവിടെ വന്ന് വണ്ടി ഫുള്ള് ലോഡാക്കിയിട്ട് വണ്ടിനെ പറഞ്ഞാക്കണം. ഓക്കെ, പറഞ്ഞേക്കണ്ടേ. ഞാൻ എൻ്റെ പണിസ്ഥലത്തു നിന്ന് റിട്ടേൺ പോകാൻ കേട്ടാ. നമ്മൾ നേരത്തെ വന്ന വയ്യാണിതല്ലോ. ഉള്ള മണ്ണും കല്ലൊക്കെ റോട്ടിലൊക്കെയാണ്. കണ്ടമാനം കല്ലും മണ്ണും മണലും. മരം പൊട്ടി വീണിട്ട് പോലീസൊക്കെ റോഡിലൊക്കെ നിന്നിക്കത്. കറണ്ട് കമ്പിൻ്റെ മേലെ മരം പൊട്ടി വീണിട്ട്. ഓ മൈ ഗാഡ്, ആൾക്കാരെല്ലാം എന്തെല്ലാം പണിയെടുത്തുണ്ട്. അങ്ങനെ തിരിച്ചു പോകണം. ഇന്നത്തെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം മച്ചാന്മാരെ. റോഡിൽ മൊത്തം മരങ്ങളൊക്കെ പൊട്ടി വീണിട്ട് ആകെ കുതൂഹലമായിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ചാകചൂകരായിട്ട് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ തരാ പാര ഓടുകയാണ് മച്ചാന്മാരെ. മച്ചാന്മാരെ, എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പേ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ. എൻ്റെ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ. ഓക്കെ, ലുക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ താടി മീശൊന്നും വിടാൻ പോകുന്നില്ലെങ്കിൽ കണ്ടിന്യൂ ആക്കും. വേറെ നല്ലൊരു ലുക്കായി കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അത് തന്നെ അങ്ങോട്ട് കയറ്റി പിടിക്കാമല്ലോ അല്ലേ? എങ്ങനെ സംഗതി? ആക്ച്വലി ഞാൻ യാതൊരു സംഗതി പറഞ്ഞിട്ടില്ല. ഞാൻ എന്തായതറിയോ, ഞാൻ കട്ടിങ് ഷോപ്പിൽ താടിയും മുടി ഒപ്പിക്കാറുണ്ട്. കട്ടിങ് ഷോപ്പ് കയറി അങ്ങനെ താടി ഒപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ചെക്കനാട്ടാ. ചെക്കന് സ്റ്റാർട്ടിങ് ആണ് തോന്നുന്നത് ചെക്കന്. അപ്പോൾ ചെക്കൻ്റെ ഓണറിലപ്പുറം ഇരിക്കുന്നുണ്ട്. ചെക്കൻ താടി ഒപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൈയെല്ലാം പറക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഒപ്പിച്ച് ചെക്കന് ഈ സൈഡ് ചെറുങ്ങനെ മുറിയാക്കി, രണ്ടാമത് ഈ സൈഡ് മുറിയാക്കി, പിന്നെ ഈ സൈഡ് താടി കുറച്ച് ഉള്ളിലേക്ക് കയറി. മേലെ നോപ്പിക്കുമ്പോൾ മേലെ നല്ല ഒന്നായിട്ടൊരു രസം കിട്ടുന്നില്ല എനിക്ക്. മൊത്തത്തിൽ കൊളാക്കി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ചെക്കനക്ക് ഒരു ബേജാറായതുകൊണ്ട് ചെക്കന് ഭയങ്കര വറ കൂടുന്നു. മുറിഞ്ഞപ്പോൾ ചെക്കൻ്റെ കൈ വറ ഒന്നുകൂടി കൂടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ചെക്കന് കിടങ്ങാറാക്കണ്ട. അങ്ങനെ ഞാൻ എന്താക്കി, ഫുള്ളായിട്ട് ട്രിമാക്കി പറഞ്ഞു. ഓനക്കും സന്തോഷമായപ്പോൾ വാ സൂപ്പർ എന്ന് പറഞ്ഞു അവനോടെ ഞാൻ. ഓനക്കൊരു സമാധാനം. എന്നിട്ട് 10 ടിപ്സും കൊടുത്ത്. പുതിയ ചെക്കന്മാരല്ലേ, എന്തൊരു കാര്യം സ്റ്റാർട്ടിങ് നല്ല അറിയുന്ന ഒരാളാണെങ്കിലും സ്റ്റാർട്ടിങ് ഒരു ഗാബരി പപ്രാളൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, എന്തായാലും എനിക്ക് എന്തായാലും ഇഷ്ടമായി എൻ്റെ ഈ ഒരു ലുക്ക്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ടെങ്കിലും അറിയിക്കുക. ഓക്കെ മച്ചന്മാരെ, ജനങ്ങളെ നിങ്ങൾ കാണണം എൻ്റെ ഒരു കഷ്ടപ്പാട്. ഞാൻ വരുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? ഇപ്പം കണ്ട ഇവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന്. ഫുള്ള് റോഡ് മൊത്തം വെള്ളമാണ്. പഠിച്ചോനെ ഫുള്ള് വെള്ളം റോഡ് മൊത്തം. എന്തെന്നാ ഇത്? തമാശ കളിയാ? എല്ലാത്തിനും കൂട്ടിട്ട് പോകട്. എവിടക്കാ പോന്നെ? രാത്രി എവിടക്കാ പോന്നെ? തേകത്തൂരില് എന്റെ പെരന്റെ അവിടെ ഒരു 4-5 മരങ്ങും വീണ്ടാവും. കറണ്ട് കമ്പകൾ എല്ലാം ഒരു മിനിമം ഒരു 5-8 കറണ്ട് കമ്പെങ്കിലും പൊട്ടി വീണ്ടുണ്ടാവും. കറണ്ട് ഇനി ഒരാഴ്ചക്കൊക്കെ നോക്കണ്ട നമ്മുടെ നാട്ടിൽ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇപ്പം നെക്സ്റ്റ് ട്രിപ്പ് കൊടുക്കാണ്. സീതാ ഗോയിങ് ടു
മൈ വൈഫ് ഹൗസ്. മച്ചാന്മാരെ കുശാൽ നഗറാണ് എൻ്റെ വൈഫ് ഹൗസ് ഉള്ളത്. നമ്മളെ പൊണ്ടാട്ടി ബാക്കിൽ നിന്ന് കാണുന്നില്ലല്ലോ റസിന്റെ മുസുണ്ടി. ഏയ് ഒളിഞ്ഞിക്കുന്നത് പൊണ്ടാട്ടി ഒളിഞ്ഞിരിക്കാണ് വന്ന്. അപ്പൊ നേരെ വൈഫ് ഹൗസിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇനി അവിടെ പോയിട്ട് ഇവരെ 2 ദിവസം അവിടെ വിടും. കറണ്ട് വെള്ളം ഒന്നുമില്ല നമ്മളെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് കുശാൽ നഗർ ടൗണിൽ ഇത്രക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും മഴ ഉണ്ട്, പക്ഷെ കറണ്ട് വെള്ളത്തിന്റെ പ്രോബ്ലം എന്തായാലും ഉണ്ടാവില്ല. തേകത്തൂർ അങ്ങനത്തെ ഫാൾട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വലിയ ആളെ പോലെ രാവിലെ ഭീമല്ല അലക്കി നമ്മൾ വന്നത്. നോക്കുമ്പോ അവിടുന്ന് അതും കടന്നുപോയി. ഇപ്പൊ നേരെ കുശാൽ നഗറിലോട്ടാണ് നമ്മൾ പോയോണ്ടുള്ളത്. അവിടെയും പോയാൽ നമ്മള് വീണ്ടും പോകും. നമ്മള് എവിടേക്കിങ്ങനെ പോകും. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. മച്ചാന്മാര് എത്ര മരം ഇവിടെ തന്നെ പോയത്. എത്ര ഇവിടെ തേകത്തൂർ എത്ര മരം മുട്ടായത്? 2 ഒരു നമ്മുടെ ഒരു ഫാമിലിപ്പെട്ട ഒരാളെ പെരന്റെ മേലെ മരം നേരെ വീണിട്ട് പെരന്റെ സെന്ററിൽ വീണ് ഒരു മരം. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു മരം വീണ്. പിന്നെ റോഡ് സൈഡിൽ ഇങ്ങൊന്ന് വീണ്. പിന്നെ 3-4 മരം നമ്മൾ എൻ്റെ നാട്ടിൽ തന്നെ വീണ്. ഒരു വീടിന്റെ മേലെ ഒരു മരം വീണിക്ക. ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ മൊത്തത്തില് ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ഒരു സൈക്ലോണായിപ്പോയി ഇത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ഇവരെ വൈഫ് ഹൗസിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കണം കേട്ടാ. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മച്ചാന്മാരെ പ്രത്യേകിച്ച് എൻ്റെ ഈ പുതിയ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ മതി. ബൈ.